കൊച്ചിയിൽ ഓടുന്ന കാറിൽ വെച്ച് നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ നശിപ്പിച്ചെന്ന കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ മൊഴി കഴിഞ്ഞ ദിവസം ആലുവ പോലീസ് ക്ലബിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോഴായിരുന്നു അഭിഭാഷകന്റെ നിർണായക വെളിപ്പെടുത്തൽ. നടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ പൾസർ സുനി തന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ താൻ അത് തന്റെ ജൂനിയറായ രാജു ജോസഫിനെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പ്രതീഷ് ചാക്കോ പോലീസിനോട് പറഞ്ഞതെന്നാണ് വിവരം. മൊബൈൽ കത്തിച്ചു കളഞ്ഞെന്നാണ് അന്വേഷണ സംഘത്തോട് പ്രതീഷ് ചാക്കോ പറഞ്ഞത്. അതേസമയം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട പ്രതീഷ് ചാക്കോയ്ക്കെതിരെ കേസിലെ സുപ്രധാന തെളിവ് നശിപ്പിച്ചു കളഞ്ഞതിനും അതിന് കൂട്ടുനിന്നതിനും കൂടുതൽ കുറ്റങ്ങൾ പുതിയ സാഹചര്യത്തിൽ പോലീസ് ചുമത്തിയേക്കും. തന്റെ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയുടെ കൈവശം ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഏൽപ്പിച്ചുവെന്നാണ് പൾസർ സുനിയുടെ മൊഴി. ഈ മൊബൈൽ ദിലീപിനെ ഏൽപ്പിക്കണമെന്നും താൻ അഭിഭാഷകനോട് പറഞ്ഞിരുന്നതായി സുനി മൊഴി നൽകിയിരുന്നു. കേസിലെ മുഖ്യ തെളിവായ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ പോലീസ് വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും കിട്ടിയിരുന്നില്ല. ഇത് കണ്ടെത്താൻ പോലീസ് ശ്രമം തുടരുന്നതിനിടെയാണ് അഭിഭാഷകന്റെ മൊഴി. അതിനിടെ പൾസർ സുനിയുടെ പക്കൽ കൂടുതൽ പേരുടെ ദൃശ്യങ്ങൾ ഉണ്ടെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. നേരത്തെയും ഇതുപോലെ ചില പ്രമുഖരെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയതിന് ശേഷം ബ്ലാക്ക്മെയിൽ നടത്തി പണം തട്ടിയിട്ടുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ.